മെഷീൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഒട്ടുമിക്കവർക്കും മനസ്സിലായെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്തി തരാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ അടുക്കളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളാണ്. കത്തി ബാക്കി സ്പൂണിന്റെ ഒക്കെ കൂടെ വെക്കാൻ എനിക്ക് കുറച്ച് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലൊരു മാഗ്നറ്റിക് റോഡ് വാങ്ങിച്ചിട്ട് അതിലാണ് ഞാൻ ഇതേപോലത്തെ വലിയ സ്പൂൺസും കത്തികളൊക്കെ വെക്കുന്നത്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. സാധാരണ കട്ടിംഗ് ബോർഡിനേൽ എനിക്ക് ഏറ്റവും യൂസ് ആയിട്ട് തോന്നിയത് ഇതുപോലത്തെ കട്ടിംഗ് ബോർഡാണ്. അതാവുമ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ വേസ്റ്റ് ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ അരിഞ്ഞുവിടാം. ഞാൻ കൂടുതൽ അരിഞ്ഞിടാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് ദൈവതുല്യമായ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. ഇതൊരു ഡിഷ് വാഷറാണ്. ഇപ്പോൾ ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ വീടുകളിലും ഇതുണ്ടാവും. ജർമ്മനിൽ ഇതിന് സ്പ്യൂൾ മെഷീൻ എന്നാണ് പറയുന്നത്. 2 നിലയുള്ള ഈ ഒരു സ്പ്യൂൾ മെഷീൻ ഇതിന് മുന്നേ ഇവിടെ താമസിച്ചവര് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കേട്ടോ. നാട്ടിൽ വല്ലതാണെങ്കിൽ ഇത് ഭിത്തിയോടെ എടുത്തോണ്ട് പോയേനെ. കഴുകാനുള്ള പാത്രങ്ങൾ ഇതിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒരു ടൈമർ കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല കഴുകി തുടച്ച് വൃത്തിയായി ഉണക്കി കിട്ടും. ഇതിന് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സോപ്പാണ്. ഇതിൽ 3 തരം ലിക്വിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സോപ്പ് അത്യാവശ്യം നല്ല പൈസയാണ്. ഈ ഒരു സോപ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്പ്യൂൾ മെഷീനിൽ ഇത് ഇടേണ്ടതായിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് അത് അടച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈമറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിക്ക് കഴുകി വന്നോളൂ കേട്ടോ. പാത്രങ്ങളും കപ്പുകളൊക്കെ എപ്പോഴും കമത്തി തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൽ വെള്ളം കയറും. 20,000 രൂപയിൽ തുടങ്ങുന്ന സ്പ്യൂൾ മെഷീൻസ് അല്ലെങ്കിൽ ഡിഷ് വാഷർ നാട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 60,000 രൂപയ്ക്കാണ് കേട്ടോ. ഈ മെഷീനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. വീഡിയോ കാണുന്നതിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.